ഹലോ, വെൽക്കം ബാക്ക് ടു ഡയറി ഓഫ് തുഷാര. അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നൊരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പൊരിയാണ്. പാൽപ്പൊരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ പഴംപൊരി കേട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ പൊരിക്കടികൾ, ഉണ്ടംപൊരി, ഉഴുന്നുവട, പരിപ്പട ഒക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ട് വീട്ടിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ പാൽപ്പൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. സംഭവം സിമ്പിളാണ് കേട്ടോ, അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പം നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ. ആദ്യം തന്നെ നമ്മൾ ഒരു പാക്കറ്റ് പാലെടുത്ത് ചൂടാക്കി എടുക്കാൻ പോവാണ്. നമുക്ക് 2 പാക്കറ്റ് പാൽ ആവശ്യമുണ്ട്. 2 പാക്കറ്റ് മുഴുവൻ വേണ്ട, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ആവശ്യമുള്ളതുകൊണ്ട് ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാൽ ഇതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ ചൂടാക്കി എടുക്കാൻ പോകുന്ന പാലിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്തു. ഞാനിവിടെ ടേബിൾ സ്പൂണായിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ചൂടാക്കി എടുക്കാം. ആ ചൂടാക്കി എടുത്ത പാലിനെ നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഒരു 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പാലിൻ്റെ അകത്ത് നിന്ന്, അതായത് നമ്മൾ 2ാമത്തെ പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. ഇതൊരു സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ചിലപ്പം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അടിയിൽ പിടിക്കാതെ കറക്റ്റ് പാകത്തിന് അത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമുക്ക് ഇനി ഇതൊരു 24 മണിക്കൂർ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് എന്തെങ്കിലും ഗീയോ ഓയിലോ എന്തെങ്കിലും തടവിയിട്ട് അങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ട് 24 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ഞാനിത് എടുക്കുവാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് നല്ല ഷേപ്പിലൊന്നും കിട്ടിയിട്ടില്ല, ആ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഞാനിത് കട്ട് ചെയ്തെടുക്കുവാണ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഭയങ്കര യമ്മി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ചെറിയ പീസ് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ്. നമുക്കിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതിനെ നമ്മളിനി ഇങ്ങനെ കട്ട് ചെയ്തു. ഞാൻ ഇനി അതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ കുറച്ച് പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, അത് റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചൊരു 1/2 കപ്പ് മൈദയാണ്. ആ 1/2 കപ്പ് മൈദയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ സെക്കൻഡ് പാക്കറ്റിലെ പാലും കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് കുറച്ചധികം തന്നെ പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും. നമുക്കതിലേക്ക് മുക്കി പൊരിക്കാനാണ്. അപ്പോൾ ആ ഒരു കുറച്ചധികം തന്നെ പാല് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസും ആയി, നമുക്കിത് മുക്കി പൊരിക്കാനുള്ള മൈദയുമായി. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഓരോ പീസ് എടുത്തിട്ട് ആദ്യം മൈദ മിക്സിൽ ഇങ്ങനെ മുക്കിയെടുക്കുവാണ്. മൈദ മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ അത് ബ്രെഡ് ക്രംസിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് സാധാരണ എല്ലാം പൊരിക്കുന്ന പോലെ എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ഈ പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത്യാവശ്യം കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. നമുക്ക് ഒരുപാട് പീസസ് ഒന്നും ഇല്ല, അപ്പോൾ അത്രയും മതിയാവും. അപ്പോൾ എല്ലാ പീസസും ഞാൻ ഇതുപോലെ മൈദ മിക്സിലും മുക്കി ബ്രെഡ് ക്രംസിലും കൂടെ കവർ ചെയ്തിട്ട് പൊരിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് പൊരിച്ചെടുക്കുമ്പം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. ഏകദേശം ഈ ഒരു പാകത്തിലാവുമ്പം നമ്മളിത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽപ്പൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പൊരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൂടോടെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഇത് കണ്ടിട്ട് ക്ഷമയുണ്ടായിട്ടില്ല അല്ലേ? ടേസ്റ്റാന്നറിയോ? ഇഷ്ടംപോലെ സാധനമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വലിയ പണിയൊന്നുമില്ല. പക്ഷെ നമുക്ക് 24 മണിക്കൂർ ഫ്രീസറിൽ വെക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം വെച്ചാൽ പിറ്റേന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കുഴപ്പം പറഞ്ഞുള്ളൂ. പക്ഷെ ഇത് ചെയ്താണ്ടല്ലോ കിട്ടിയ സാധനമാണ്. ഇതിന്റെ ആ ഉള്ളിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചെന്നില്ല, ആ ഒരു എമ്മി ആയിട്ടുള്ള ഒരു സാധനം പുറത്ത് നമ്മുടെ ഇങ്ങനെ ഈ കറുകുറായിരിക്കണ ഇതും രണ്ടും കൂടി ചേർന്നിട്ട് വായിലേക്ക് വെക്കുമ്പോൾ അടിപൊളിയാണ് സംഭവം. പക്ഷെ നമുക്ക് ഇഷ്ടമായില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മളിത് കുറച്ച് ഉണ്ടായിട്ടും ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. ഇതിപ്പോൾ ഇവിടെ തല്ലുപിടിച്ചായിരിക്കും അതിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
ഇനി ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യും. ഒരു അടുത്ത ദിവസം നമുക്ക് നീറ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത് നമുക്ക് വലിയ ഷേപ്പ് ഒന്നുമില്ല, നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ വലിയ ഷേപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഷേപ്പ് ഒന്നും നല്ല കാര്യം, ടേസ്റ്റ് കിട്ടിയിലാണ്, ഒന്നും പറയാൻ അടിപൊളി ടേസ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. അതിന്റെ കുറച്ച് ഷേപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അടിപൊളിയായിട്ട് ശരിയാക്കും. ഉള്ളിലേക്ക് ഭയങ്കര എമ്മയാ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പാൽപ്പൊരി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എല്ലാരും അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, വലിയ പണിയൊന്നും ഇല്ലല്ലോ, സംഭവം ഇടുവല്ലേ. അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.